ശരിക്കും സൂര്യന് അസ്തമിക്കണ ശരിക്കും എവിടെയായിരുന്നു അറിയോ? ആദ്യം അതാ ഭാഗത്ത്, അതാ ടവർ നിൽക്കണില്ലേ, ആ ഭാഗത്തായിരുന്നു ആദ്യം അസ്തമിച്ചിരുന്നത്. ഇപ്പോൾ മൂപ്പർക്ക് മാറാൻ തോന്നിയപ്പോൾ മാറാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഏകദേശം വലതുവശം നോക്കിയിട്ട് നടക്കണം. ഇല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എപ്പോഴും വലതുവശം ചേർന്ന് വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ റോഡിൻ്റെ മര്യാദ നിങ്ങൾ എന്തായാലും പാലിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനടക്കം നഷ്ടപ്പെടാം. നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ സൈഡാണ് നടക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എല്ലാ ജനങ്ങൾക്കും മലയാളികൾക്കൊക്കെ അറിയണ കാര്യം തന്നെയാവും. അപ്പോൾ നമ്മൾ ഒരു പുതുവർഷം കൂടി ഇനി 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പോവാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ എന്തായാലും എടുക്കണം, ചെയ്യണം. സൂര്യന് ഏകദേശം അസ്തമിക്കാറായി. പക്ഷേ വേറൊരു കാര്യം കേട്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അത് ക്ലാരിറ്റി എത്ര ഉണ്ടോയെന്നും അറിയില്ല. ശരിക്കും സൂര്യന് അസ്തമിക്കണ ശരിക്കും എവിടെയായിരുന്നു അറിയോ? ആദ്യം അതാ ഭാഗത്ത്, അതാ ടവർ നിൽക്കണില്ലേ, ആ ഭാഗത്തായിരുന്നു ആദ്യം അസ്തമിച്ചിരുന്നത്. ഇപ്പോൾ മൂപ്പർക്ക് മാറാൻ തോന്നിയപ്പോൾ മാറാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കാലചക്രത്തിനും കൂടി മാറ്റം വരുത്താനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാവും മനുഷ്യൻ മാറിപ്പോണതും കൂടി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂര്യനെ അങ്ങോട്ട് കിട്ടുന്നില്ല, മൂപ്പരിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഏകദേശം തെളിഞ്ഞ ആകാശമാണ്. ആകാശം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ആകാശം തന്നെയാണ്. എന്തായാലും നമുക്ക് നല്ലൊരു പുലരിയെ നമുക്ക് വരവേൽക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റോഡിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വാഹനം ഓടിക്കുക. പ്രത്യേകിച്ച് ഈ കാറുകാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, അതേപോലെ തന്നെ ബൈക്കുകാരുടെ അടുത്തും. കാരണം അവർക്കൊന്നും അവരിങ്ങോട്ട് വരും ചാവി കൊടുത്ത മാതിരി, എന്നിട്ട് എന്തെങ്കിലും തട്ടേ മുട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറ്റക്കാരായി. അതേപോലെ തന്നെയാണ് KSRTC ഏകദേശം ആ ലെവൽ തന്നെയാണ്. അപ്പോൾ റോഡിൻ്റെ മര്യാദകൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. നമ്മൾ ഇപ്പോൾ ഈ പോകുന്ന വാഹനങ്ങളൊക്കെ ഭയങ്കര അത്യാവശ്യം കൊണ്ട് പോവാണ്. പക്ഷേ ഒരത്യാവശ്യം ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഇങ്ങോട്ട് കയറി പോവാ. ലൈൻ ട്രാഫിക് എന്താണ്, ആരൊക്കെ ഇതിലൂടെ പോവാണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യാണ്ട്, മര്യാദ ഇല്ലാത്തൊരു ഇത് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഗതാഗത മന്ത്രി പറയാണ്ടായി, റോഡിലൂടെ നമ്മൾ കേരളത്തിൻ്റെ സംസ്കാരം ആയിട്ട് ഡ്രൈവിങ്ങും കൂടി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും കൊണ്ടു നടക്കണേ? ആരും കൊണ്ടു നടക്കില്ല. ബൈക്ക് എടുക്കണോ പോണു, കാർ എടുക്കണോ പോണു, അല്ലെങ്കിൽ ബസ്സിലിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. ബസ്സിലിപ്പോൾ എന്തായാലും സ്പീഡിൽ പോകാൻ പറ്റില്ല. ഈ കൂടുതലും കാറിന് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അതെന്താണെന്നൊന്നും അവർക്ക് അറിയില്ല. എന്നാൽ നല്ല ഡ്രൈവർമാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നടക്കണം. ശരിക്കും റോഡിൻ്റെ
ഇടതുവശത്താണ്. അത് ഞാൻ നടക്കുന്നത് ശരിക്കും തെറ്റാണത്. കാരണം ഇവിടുന്ന് എൻ്റെ ബാക്കിൽ നിന്ന് വാഹനം വരുന്നതും ചിലപ്പോൾ നിയന്ത്രണം വിട്ടിട്ടാവും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർ ഡ്രൈവിങ് അറിയാതെയും വരുന്നുണ്ടാവുക, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവും. പക്ഷേ തെറ്റുകൾ, അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഞാൻ ശരിക്കും നടക്കേണ്ടത് അപ്പുറത്താണ്, ആ സൈഡാണ്, വലതുവശത്താണ്. അപ്പോഴേക്ക് അവിടുന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിൽ പോലും എനിക്ക് നിയന്ത്രണം വിട്ടിട്ടോ ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അപ്പോൾ നിങ്ങൾ റോഡിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നടന്നു പോകുമ്പോഴും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾ അവൻ്റെ അടുത്തായിരുന്നു തെറ്റ്, എൻ്റെ അടുത്ത് തെറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ തെറ്റാരെ ഭാഗത്താണെന്നും ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഏതൊരു വണ്ടി മുട്ടിയാലും ഇല്ലെങ്കിൽ തട്ടിയാലും ജീവൻ പോയാലും ഒക്കെ വണ്ടിക്കാരൻ്റെ കുറ്റം. ചിലപ്പോൾ വന്ന ആൾ ഇല്ലെങ്കിൽ വന്ന വാഹനം ഒക്കെ തെറ്റായ ദിശയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സേഫ്റ്റി അത് മാത്രം നോക്കുക. ഈ KSRTCനെയൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആണോ, ഞാൻ അന്നേ പറഞ്ഞാണ്, ഒരു കോഴിക്കോട് ബസ്സിൻ്റെ പിന്നാലെയാണ് KSRTC പോണത്. ഇതിൽ എത്ര ആളുണ്ട്? ആകെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു വാഹനവും, ഇനിയിപ്പോൾ ഓരോ വാഹനത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഒരു വാഹനവും ശ്രദ്ധിക്കുന്നില്ല. ഒക്കെ ധൃതിയും കൊണ്ട് പോവുകയാണ്. പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ധൃതിയും കൊണ്ട് പോകണം. ധൃതി അത്യാവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ, അനാവശ്യമാണ് ശരിക്കും ധൃതി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ എന്താ അറിയോ, നമുക്ക് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക സൗകര്യങ്ങൾ കൂടിപ്പോയി. ഇപ്പോൾ 300-ൽ പോണ കാറ്, 1000-ൽ പോണ ബുള്ളറ്റ് ട്രെയിന്, അതേപോലെ എന്താ 700 കിലോമീറ്റർ പോണ റോക്കറ്റ്, ഇതൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ആരാന്നെ നമുക്ക് അറിയാത്തൊരവസ്ഥയും കൂടിയായി. അപ്പോൾ മനുഷ്യൻ ആയ നമ്മൾ ആരും തിരിഞ്ഞു നോക്കണില്ല, പിന്നിക്ക് തിരിഞ്ഞു നോക്കണില്ല. എന്തിന് സൈഡ് ഗ്ലാസ് കടയും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഓരോ ഡ്രൈവിങ്ങിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓരോരുത്തരുടെ അവസ്ഥയും. അല്ലാതെ നമ്മളിപ്പോൾ അവനങ്ങനെ പോയി, ഇവനിങ്ങനെ പോയി, അവൻ ഇങ്ങനെ വന്ന് തട്ടി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അത് അപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ മാത്രം, അല്ലാതെ അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റോഡിൽ എന്തായാലും ബഹുമാനത്തോടു കൂടി വാഹനം ഓടിക്കുക. നിങ്ങൾ പണക്കാരനാവാം അല്ലെങ്കിൽ കോടീശ്വരനാവാം, പക്ഷെ എന്നാലും റോഡ് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, അത് നിങ്ങളെപ്പോഴും ഓർക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ദിവസവും കേൾക്കുന്നത്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് കമ്മിയാണ് തോന്നുന്നുണ്ട്, ദിവസം നമ്മൾ കേൾക്കുന്ന റോഡിൽ അപകടങ്ങൾ, ജീവനുകൾ പൊലിയുന്നു. ആരാണ് ഉത്തരവാദി? നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ നമ്മൾ ധൃതിയും കൊണ്ട് പോയിട്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം, അതാണ് ശരിക്കും വേണ്ടത്. ഇപ്പോൾ അത് ഓട്ടോറിക്ഷ ആയാലും വേണ്ട, ബൈക്കായാലും വേണ്ട, ഏതൊരു വ്യക്തി ആയാലും കൂടി അത് നമുക്ക് വളരെ ദോഷമുള്ള കാര്യമാണ്. പിന്നൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ജീവിക്കണേ. കാരണം കുടുംബത്തിൽ നിന്ന് പോന്നിട്ട് മറ്റൊരു വീട് കയറ്റിയിട്ട് അവിടെ സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീട് വെച്ചിട്ട് ഓരോ ആൾക്കാർ താമസിക്കണേ. പക്ഷെ നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ അനുഭവം പറയാം കേട്ടോ, ഞാൻ ഇപ്പോൾ വിട്ടുപോയിട്ടൊന്നുമില്ല. പക്ഷേ കുറേ ആൾക്കാർ ഇന്ത്യയും കൂടി അനുഭവം ചേർത്ത് ഞാൻ അങ്ങെടുത്ത് പറയാം. അപ്പോൾ ഇതിപ്പോൾ ആരും പറഞ്ഞു തരാനും ഇല്ലെങ്കിൽ പറയാനും നിൽക്കില്ല, കാരണം മാനക്കടാണ്. ഇപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്താലും മാനക്കട. എന്നാൽ ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് മാത്രമാണ് ഇവർ ചെയ്യണത്. അതായത് പബ്ലിക് അറിയുകയും ചെയ്യും. ഇവരെ വിചാരം ഇതൊന്നും അറിയില്ല എന്നാ. പൂച്ച പാല് കുടിക്കുന്നത് കണ്ണടച്ചിട്ട്. അപ്പോൾ പൂച്ചയുടെ വിചാരം എന്താ അറിയോ, ആരും കാണില്ല ഞാൻ കുടിക്കുന്നത്. അതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ. നല്ലതും ഉണ്ടാവും, മോശമായിട്ടുള്ളതും ഉണ്ടാവും. പക്ഷെ നല്ലത് ആരും ശ്രദ്ധിക്കില്ല, അതാരും അംഗീകരിക്കില്ല, അതാരും പറഞ്ഞു കൊടുക്കില്ല, ആരും മനസ്സിലാക്കില്ല. അപ്പോൾ മോശമായിട്ടുള്ളത് വേറെ പെട്ടെന്ന് അത് തീ പോലെ, കാട്ടുതീ പോലെ പടർത്തി
അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടും കൂടി അവർ ജീവിതം ആസ്വദിക്കുകയാണ്. ഓരോ മലയാളികളെ തന്നെയാണ് ശരിക്കും പ്രശ്നം. അല്ലാതെ പുറത്തുള്ളവരെ കൊണ്ടൊന്നും ഒരു പ്രശ്നവും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം പഴിചാരിയിട്ട് ഒരാളെ പ്രോത്സാഹിപ്പിക്കാതെ ഒരാൾ മുന്നേറുമ്പോൾ അയാളെ ചവിട്ടിക്കൂട്ടി അങ്ങനെയൊക്കെയാണ് ശരിക്കും, അല്ലെങ്കിൽ തള്ളിയിടുക. ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അയാളെ ശരിക്ക് ഒന്നും കൂടി ഉയർത്തി കഴിഞ്ഞാൽ നമുക്കും കൂടി അത് എന്താ പറയുക, നമുക്കും കൂടി അത് ഒരു ഉപകാരത്തിൽപ്പെടുന്ന കാര്യമാണ്. ആ ഉയർത്തുന്നവരെ ആരും മറക്കില്ല. ദൈവം അങ്ങനെയാണ്, മനുഷ്യൻ അങ്ങനെ ആവില്ലല്ലോ എന്തായാലും. അതുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത്. ഇനി ഇപ്പോൾ 2025 വരുന്നത്. ഇനി 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇനി ആരും മുഖത്ത് നോക്കാൻ പറ്റാതെയോ, അതായത് അവർക്ക് മുഖത്ത് നോക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. എന്തായാലും നമ്മളൊക്കെ മലയാളികളാണ്. കേരളത്തിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി ജീവിച്ച് പോയിരുന്ന ആൾക്കാരും കൂടിയാണ്. അത് ആരും മറക്കരുത് എന്തായാലും. കാരണം ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒരാളെയും കൂടെ കൂട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇനിയിപ്പോൾ അവഗണിക്കരുത്, ഒഴിവാക്കരുത്. ഞാനത്രേ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളെ എന്താ പറയുക, ഓരോ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ ഈ വൈകുന്നേരത്ത് പറയാനുള്ളത്. എന്തായാലും നാളെ നല്ലൊരു ദിവസമാണ്, ഞായറാഴ്ച. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. എന്തായാലും